നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നമുക്ക് ഡെപ്തിൽ അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ഇവരെ മനസ്സിൽ ഡീപ്പ് ഫീലിങ്സ് എന്താണ്, മറച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇവർ ചിന്തിക്കുന്ന എന്താ, എല്ലാം ലൈക്ക് ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇവർ മുന്നോട്ട് ഇവരെന്താണ്, അവരുടെ ആഗ്രഹവും അവരെന്ത് ചെയ്യും, ആക്ഷൻ എടുക്കുമോ, എല്ലാം കംപ്ലീറ്റ്ലി ഐ തിങ്ക് ഒരു ഫുൾ റീഡിംഗ് ആയിട്ട്, ലോങ് റീഡിംഗ് ആയിട്ട് നമുക്ക് പറയാം. ലെറ്റ്സ് സീ. അഡ്വൈസും ഞാൻ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജും നല്ല ലോങ് റീഡിംഗ് ആയിരുന്നു, അതുകൂടി കണ്ടു നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് ഡീപ്പ് ഫീലിങ്സ് അവരുടെ നിങ്ങളോട്. ഓക്കെ, അവർ എല്ലാം സിറ്റുവേഷൻ, സാഹചര്യം, തോട്ട്സ് എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സ്റ്റാർട്ട്. ജസ്റ്റിസ്, ഫോർ ഓഫ് പെന്റിക്കിൾസ്. അവരുടെ ഫീലിങ്സിൽ sun and death. Okay, it is a death card. Okay, അവരുടെ മനസ്സിലെ ഇന്റൻഷൻ, നിങ്ങളെക്കുറിച്ച്, നിങ്ങളോടുള്ള ഇന്റൻഷൻ എന്താണ് അവർക്ക്. ഓക്കെ, നൈസ്, awesome. ആൻഡ് ബാക്കി ക്ലാരിഫിക്കേഷൻ ഞാൻ എടുക്കാം. ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന്. യെസ്, ഗ്രേറ്റ്. ഓക്കെ, ഫീലിങ്സ്. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കാൻ തോന്നുന്നുണ്ട്. കോയിൻസിഡൻസ് ആയിട്ട് 777 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ലക്കി നമ്പർ ആണെന്ന് പറയാം നമുക്ക്. 7 എന്ന് പറയുമ്പോൾ നമുക്ക് ലക്കായിട്ട് എടുക്കാം. സോ ഓക്കെ, ഇവിടെ കാണുന്നത് ആദ്യം തന്നെ എനിക്ക് അവരുടെ മനസ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് വേണ്ടത് ന്യായം നിങ്ങളോട് ചെയ്യണം എന്നാണ്. ഓക്കെ, മേ ബി അവരുടെ ലൈഫിൽ ചില ലീഗൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. ഓക്കെ, കുറച്ച് പേർക്ക് എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ പറയുന്നു. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സ് നടക്കുന്നുണ്ടാവാം. ഓക്കെ, പണത്തിൻ്റെ കാര്യത്തിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവാം. ഓക്കെ, ജസ്റ്റ് ഒരു പക്ഷെ നിങ്ങളെ കുറിച്ചുള്ളത് പറയുമ്പോൾ നിങ്ങളോട് ന്യായം ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ബട്ട് അവർ ഹോൾഡ് ബാക്ക് ചെയ്യാണ്. പക്ഷെ അവർക്ക്, അതായത് അവർക്ക് വേണം എല്ലാം, അവർ കറക്റ്റായിട്ട് അവർ ചെയ്യണം, നിങ്ങളോട് ന്യായമായത് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ഹോൾഡ് ബാക്ക് ചെയ്യാണ്. 4 ഓഫ് പെന്റിക്കിൾസ് പറയുന്നത് നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യുക എന്നാണ്. അവർ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്, മനസ്സിലുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നില്ല, അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാം ഉള്ളിലുണ്ട് അവർക്ക്. കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫീലിങ്സ് വരുന്ന സൺ കാർഡാണ്. സൺ എന്ന് പറഞ്ഞാൽ എല്ലാം അവർക്ക് നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യുക, പറയുക, നിങ്ങളെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ഹാപ്പി സമയങ്ങളാണ് അവർ ഓർക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരു മാറ്റം വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഈ സിറ്റുവേഷൻ മാറണം എന്നവരുടെ മനസ്സിലുണ്ട്. എനിക്ക് അവർക്കൊരു ഓഫറുമായിട്ട് വരുന്നതാണ് എനിക്ക് കാണുന്നത്. അവരുടെ മനസ്സിലുള്ള ഫീലിങ്സിൽ പറയുമ്പോൾ അവർക്ക് നിങ്ങളോട്, പക്ഷേ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് തോന്നുന്നത് പോരാ എന്നൊരു തോന്നലുണ്ട് അവരുള്ളിൽ. അതായത് അവരിപ്പോൾ ചെറിയൊരു ഓഫറുമായിട്ട് വന്നാൽ, നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ ഒരു ഹായ് ഹലോ പറഞ്ഞു വന്നു, ജസ്റ്റ് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ തമ്മിലൊരു ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്ന രീതിയിൽ പറയണം എന്നവർക്കുണ്ട്. പക്ഷേ അതുപോലും അവർക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്കത് മതിയാവില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം. ഓക്കെ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള തോന്നലായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു എൻഡിങ് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷനോ എൻഡിങ്ങോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം, സോറി പറഞ്ഞു വരണം. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അവർക്കറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്കറിയാം. അതാണ് ന്യായം എന്ന് പറഞ്ഞത്. അവർക്കറിയാം അവർ ചില മിസ്റ്റേക്സ് അവരുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെന്ന്. അവർ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മുൻപ് അവർ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ടായിരിക്കും കണ്ടത്. ഓക്കെ, ആ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നില്ല. അവർ മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് പ്രയോറിറ്റി കൊടുത്തത്. അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ വല്ല സീരിയസ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ പറയാനില്ല ഒന്നും. ഈവൻ അല്ലെങ്കിൽ പോലും ഓക്കെ, അവർ ന്യായമായത് നിങ്ങളോട് ചെയ്തിട്ടില്ല. അവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് മനസ്സിലുള്ള തുറന്ന് പറയുക, എക്സ്പ്രസ് ചെയ്യുക, അതുപോലും അവർ ചെയ്തിട്ടില്ല.
ഓക്കെ. അപ്പോൾ അവർക്ക് അറിയാം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള അവർക്കറിയാം. ഓക്കെ, നിങ്ങളെ അവർ ട്രീറ്റ് ചെയ്തത് ശരിയല്ല. അവർ നിങ്ങളെ ഒരു ലൈക്ക് വൺ ഓഫ് ദി ഓപ്ഷൻസ് അവരുടെ ലൈഫിൽ, അതായത് ഒരുപാട് വേറെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അതിനൊക്കെ അവർ പ്രയോറിറ്റി കൊടുത്തു, പക്ഷെ നിങ്ങൾക്ക് അവരൊരു പ്രയോറിറ്റി തന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിഗ്രറ്റ് അവർക്കുണ്ട്. അവർക്ക് അറിയാം ദാറ്റ് ഞാൻ തെറ്റ് ചെയ്തു എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്തൊരു ജസ്റ്റ് ഒരു സോറി പറയാൻ മേ ബി അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒരു ഇങ്ങനെ വെറുതെ ഒന്ന് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ മേ ബി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള തോന്നലായിരിക്കാം. അത് പോരാ, അതായത് അവർ ചെയ്ത തെറ്റ് അത്രയും വലുതാണെന്ന് അവർക്ക് അറിയാം. ഓക്കെ, പക്ഷെ ഇവിടെ അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, മുന്നോട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചാരിറ്റ് കാർഡാണ്. സോ മൂവ്മെന്റ്, മാറ്റം, കാണൽ, നിങ്ങൾ തമ്മിൽ യാത്ര, മീറ്റ് ചെയ്യാനുള്ള ചാൻസ് എല്ലാമാണ്. പക്ഷെ ചില കാര്യങ്ങൾക്ക് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ വെയിറ്റിംഗ് എനർജിയിലാണ് ഇപ്പോൾ. അതായത് മേ ബി ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ മേ ബി അതിൻ്റെ കാര്യങ്ങളുടെ തോന്നലായിരിക്കാം. എന്നിട്ട് അവരുടെ കയ്യിൽ ഇനഫ് ഇല്ല എന്ന രീതിയിൽ അവർക്ക് നിങ്ങൾക്ക് പറ്റിയത് ഓഫർ ചെയ്യാനുള്ള അത്ര ഇല്ല എന്നുള്ള തോന്നലായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു മടി ചിലപ്പോൾ അവരുടെ ഉള്ളിൽ, അവരെവിടേക്കോ ഫൈനാൻസിൻ്റെ ബെറ്റർ ആയ ശേഷം വരാം എന്ന് ചിന്തിക്കുന്നുണ്ടാവും ചിലവർ. ഓക്കെ, ആൻഡ് അതായത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണമെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അവരിപ്പോൾ എത്തിയിട്ടില്ല എന്നുള്ള ഫീലിംഗ് ആയിരിക്കാം. പക്ഷെ മുന്നോട്ട് ഇന്റൻഷൻ, അഗൈൻ നമ്മൾ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അവർ 6 ഓഫ് സോർട്സ് ഒക്കെയാണ്. ആൻഡ് ഇവിടെ 9 ഓഫ് കപ്സ്. അവർക്ക് ആഗ്രഹം ശരിക്കും നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ ഒന്നിച്ച് വേണം എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അവരെ ലൈഫിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളോട് ട്രൂത്ത് ക്ലാരിറ്റി പറഞ്ഞ്, നിങ്ങളോട് സത്യങ്ങൾ തുറന്ന് പറഞ്ഞ് നിങ്ങളുമായിട്ടൊരു മുന്നോട്ടൊരു ലൈഫ് എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഇത് നമ്മൾ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാന്ന് പറയും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എൻഡ് ചെയ്ത് മുന്നോട്ട് നിങ്ങൾ തമ്മിൽ ഒരു പീസ്ഫുൾ ആയിട്ട്, ചിലവർക്ക് യാത്ര പോകണം എന്ന് ആഗ്രഹമുണ്ട്. 2 കാർഡ് ഇപ്പോൾ നമുക്ക് യാത്രയുടെ വന്നിട്ടുണ്ട്. ചാരിയറ്റ് ആൻഡ് 6 ഓഫ് സോർട്സ് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന പറയും, അല്ലെങ്കിൽ നമ്മൾ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് ലൈഫ് മുന്നോട്ട് പോവുക എന്നും പറയും. ഓക്കെ, രണ്ടും പറയാം. അത്തരത്തിലാണ് അവർ ചിന്തിക്കുന്നത്. കാരണം അവരുടെ വിഷ് ഫുൾഫിൽമെന്റ് നിങ്ങളാണ്. ഓക്കെ, 9 ഓഫ് കപ്സ് ആണ് ഇവിടെ. അവർക്ക് അത്രയും ആഗ്രഹമാണ്, ഡീപ്പ് ആഗ്രഹമാണ് നിങ്ങളോടുള്ളത്. ആൻഡ് സണ്ണും 9 ഓഫ് കപ്സും നമുക്ക് ഒന്നിച്ച് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കണക്ട് ചെയ്ത് പറയാം, യെസ്, അവരുടെ സന്തോഷം നിങ്ങളാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അതെവിടെയോ നിങ്ങളാണ്. ഓക്കെ, അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവർ അതിനെ ചൂസ് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ഇവിടെ പ്രശ്നം അവർ മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മാറ്റി നിർത്തുക എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, 4 ഓഫ് വോൺസ് ആൻഡ് ഫുൾ കാർഡാണ്. നമ്മൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴും ഇവിടെ കാണുന്നത് 4 ഓഫ് വോൺസ് ആൻഡ് ഫുൾ കാർഡ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഫ്യൂച്ചർ വേണം. ഡെഫിനറ്റ്ലി അവർക്ക് ആഗ്രഹമുണ്ട്. മാരേജ് ആണ് പറയുന്നത് ഇവിടെ. 4 ഓഫ് വോൺസ് നമ്മൾ മാരേജ് കാർഡാണ്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ സപ്പോസ് ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ശരിക്കും ഒരു വീട്, ഫാമിലി അങ്ങനെ പോകണമെന്നുണ്ട്. അല്ലാത്തവർക്ക് മാരേജ് കമ്മിറ്റ്മെന്റ് തരണം എന്ന ആഗ്രഹമുണ്ട്. അറ്റ്ലീസ്റ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുക, ലൈക്ക് കമ്മിറ്റഡ് ആണ്, നിങ്ങളോട് മാത്രമാണ്, നിങ്ങളോടാണ് അറ്റാച്ച്മെന്റ്, നിങ്ങൾക്കുള്ള പ്രയോറിറ്റി തരാം, സമയം തരാം, ഓക്കെ, നിങ്ങളെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് കേട്ടോ, ഒരിക്കലും ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ലല്ലോ, ഈക്വൽ ആയിട്ട് ചെയ്യുക എന്ന രീതിയിൽ. ആൻഡ് നിങ്ങളുമായിട്ടൊരു പുതിയ ഫ്യൂച്ചറാണ് അവർ ആഗ്രഹിക്കുന്നത്. റിസ്ക് ആണ് നിങ്ങളുമായിട്ടുള്ള മേ ബി റിലേഷൻഷിപ്പ്. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റലൊക്കെ ആണെങ്കിൽ, ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാം, എക്സ്ട്രാ മാരിറ്റലൊക്കെ ആണെങ്കിൽ റിലേഷൻഷിപ്പ് റിസ്ക് ആണ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങളുടെ കൂടെ വേണം എന്ന രീതിക്ക് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, സോ യാ, ഓക്കെ, ഞാൻ കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാൻ തോന്നുന്നുണ്ട്. ആക്ച്വലി ഇപ്പം എൻ്റെ മനസ്സിൽ വേറെ കാര്യം കയറി വന്നു, അത് ഞാൻ സെപ്പറേറ്റ് റീഡിങ് ആക്കിയിട്ട് റിസം ചെയ്യണം. ഓക്കെ, എനിവേ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കുറച്ചുകൂടി നമുക്ക് ഡെപ്തിൽ ഒന്ന് അറിയാൻ ശ്രമിക്കാം, അവരുടെ സിറ്റുവേഷൻ ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞു, ബട്ട് സിറ്റുവേഷൻ അവരുടെ പേജ് ഓഫ് കപ്സ്, ഡെവിൾ കാർഡ്, 10 ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ഹൈ പ്രീസ്റ്റസ്, ക്വീൻ ഓഫ് സോൾസ്. ഓക്കെ, ചിലവർ മാരീഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ് എന്ന രീതിക്ക് നമുക്ക് പറയാം. നിങ്ങൾ മാരീഡ് ആവാം, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആവാം. അപ്പോൾ അവിടെ അവർക്ക് ലൈക്ക് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അവരുടെ ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അവിടെ ഒരു കൺട്രോളിങ് ആയിട്ടുള്ള പേഴ്സണാണ്. അതൊരു നല്ല റിലേഷൻഷിപ്പ് അല്ല എന്ന് ഓപ്പൺ ആയിട്ട് നമുക്ക് വളരെ ഓണസ്റ്റ് ആയിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ഇതാക്കിയിട്ടോ അല്ല പറയുന്നത്. പക്ഷെ ലൈക്ക് അവർ മാരീഡ് ആണെങ്കിൽ അവരുടെ ലൈഫ് അത്ര സ്മൂത്ത് ആയിട്ടൊന്നും അല്ല പോകുന്നത്. ഓക്കെ, ഡബിൾ എനർജി ഉണ്ട് ഇവിടെ. വേറൊരു കാര്യം കൂടി പക്ഷെ പറയാം, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ആദ്യം നിങ്ങളുടെ അടുത്ത് അടുത്തപ്പോൾ എനിക്ക് സ്പെഷ്യലി നിങ്ങൾ ഇപ്പോൾ എക്സ്ട്രാ ഈവൻ എന്ത് റിലേഷൻഷിപ്പ് ആയാലും ലൈക്ക് നിങ്ങൾ തമ്മിൽ സിംഗിൾസ് ആണെങ്കിലും ശരി, എന്ത് തന്നെ ആയാലും ശരി, ഇതിപ്പോൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി തടസ്സമുണ്ട് എന്ന് പറയാം. ഓക്കെ, അവരെ ഫാമിലി ലൈക്ക് അഗ്രി ചെയ്യില്ല എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. സിംഗിൾസ് ആണെങ്കിൽ യാ,
ഓക്കെ. പാരൻസ് സമ്മതിക്കില്ല, അക്സെപ്റ്റ് ചെയ്യില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പക്ഷെ നിങ്ങളുമായിട്ട് ആദ്യം അറ്റാച്ച്ഡ് ആയപ്പോൾ എനിക്ക് തോന്നുന്ന എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം സീരിയസ് ആയിരുന്നില്ല അത്രയ്ക്ക്. ഓക്കെ, അവരൊരു ഫ്ലർട്ടിങ് എനർജി എന്ന് പറയാം. ഓക്കെ, കാരണം അതുകൊണ്ടായിരിക്കും ഇവിടെ നമ്മൾ 7 ഓഫ് കപ്സിന്റെ കാര്യം പറഞ്ഞത്. അവർ മേ ബി അവർ വേറെയും ആരോടെങ്കിലും ഫ്ലർട്ട് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളോടും ഫ്ലർട്ട് ചെയ്തതായിരിക്കാം. ഓക്കെ, ബട്ട് എവിടെയോ അവിടെ ഇടയിൽ എപ്പോഴും അവർ നിങ്ങളോട് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ആദ്യം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ്, ഒരു അട്രാക്ഷൻ തോന്നിയിട്ടായിരിക്കാം. ഓക്കെ, എവിടേക്കോ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ആ പേഴ്സൺ ഒരു മാറ്റം, ഡേയ്സ് ഓഫ് സോർട്സ്, ഏസ് ഓഫ് വോൺസ് ഒക്കെയാണ്. സോ നിങ്ങളോട് കുറെ കൂടി ജെനുവിൻ ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് ഡെവലപ്പായി. ഓക്കെ, അവർ പോലും അത് പ്രതീക്ഷയില്ല. നിങ്ങളോട് അവർ വല്ലാതെ അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഒരു എവിടേക്കും എനിക്കിതൊരു ഒബ്സഷൻ എന്ന രീതിക്ക് തോന്നുന്നില്ല. അവർ നിങ്ങളോട് ഒബ്സസ്ഡ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളോട് അത്രത്തോളം ആ ഒരു പുൾ എന്ന് പറയില്ലേ, ആ രീതിക്ക് അവർ ഉള്ളിൽ ഫീലിംഗ് ഉണ്ട്. നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണം, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഫാമിലി പോലെ അവർക്ക് വേണം എന്ന രീതിയിൽ മാരേജ് കാർഡും ഉണ്ടായിരുന്നു. സോ അങ്ങനെ അവരെ മനസ്സിൽ അവർ ആഗ്രഹിക്കുന്ന അതാണ്. ഓക്കെ, അത്രത്തോളം നിങ്ങളുമായിട്ടുള്ള ആ ഡീപ്പ് കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് വോൺസ് ആണ്, പുതിയ തുടക്കമാണ്. അഗെയിൻ ഫുൾ കാർഡ് ഏസ് ഓഫ് വോൺസ് ഒക്കെ നമ്മൾ പുതിയ തുടക്കത്തിന്റെ കാര്യം പറയും. ഏസ് ഓഫ് സോഡ്സും ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ഉണ്ട് പക്ഷേ ഇടയിൽ. ഓക്കെ, ചിലപ്പോൾ ആ തേർഡ് പാർട്ടിയുടെ ഇന്റർഫിയറൻസ് ആയിരിക്കാം ഈ ഡബിൾ കാർഡ്, അതും ആവാം. തേർഡ് പാർട്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ മാരീഡ്, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തി ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ ഇടയിലുണ്ട് എന്ന് പറയാം. അല്ലാതെ മേ ബി നിങ്ങളുടെ പേഴ്സൺ ആദ്യം നിങ്ങളോട് ഒരു ഫ്ലർട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ, ബട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം എന്ന രീതിക്കാണ്. 2 days ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ പ്രോബ്ലംസ് ഉണ്ട്, ഇടയിൽ തടസ്സങ്ങളുണ്ട്, അതൊക്കെ വേറെ കാര്യങ്ങൾ. ബട്ട് നിങ്ങളോട് അവർ വളരെയധികം ഇപ്പോൾ സ്ട്രോങ് അറ്റാച്ച്മെന്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ട് ശരിക്കും ഒരു മാരേജ് വരെ എത്തണം എന്ന് അവർ നമ്മൾ പറയില്ലേ, ഒരു മനസ്സിലൊരു ആഗ്രഹം, നമ്മൾ ഡ്രീം ആരാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചാണ് തോന്നുന്നത്. അവർ നിങ്ങളോട് തെറ്റ് ചെയ്തത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയിലേക്ക് പോയതോ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ സോറി പറഞ്ഞ് വരാൻ അവർക്ക് വിഷമം. എന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് അവർക്ക് അറിയാം. എനിക്ക് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അവർ ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്തു, നിങ്ങളെ അവർ നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്ത് എന്ന് അവർക്കറിയാം. ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു മടി ഉണ്ടാവാം. ഓക്കെ, ബട്ട് ഇവിടെ കാണുന്നത് അവർ സിറ്റുവേഷൻ വൈസ് നമ്മൾ നോക്കുമ്പോൾ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരീഡ് അങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും തടസ്സം ഇടയിലുണ്ട്, തേർഡ് പാർട്ടി ആരെങ്കിലും ഇടയിലുണ്ടാവാം. ഓക്കെ, ചിലപ്പോൾ കരിയറും ആവാം, ഫൈനാൻസും ആവാം, എന്തും ആവാം കേട്ടോ. ഇവിടെ അങ്ങനെ എന്തും പറയാം നമുക്ക്. ഒരു ലാസ്റ്റ് കാർഡ് ഫൈനൽ. ഓക്കെ, ഇതിൻ്റെ സോറി എടുക്കുന്നില്ല. ഒരു ഫൈനൽ ഒരു കാർഡ് ഞാൻ എടുക്കുന്നുണ്ട്. എന്താ യൂണിവേഴ്സ് പറയുന്നത് നോക്കട്ടെ. 5 of Cups. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എംപറർ കാർഡാണ്. ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ ഒരു ലോസ് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. പക്ഷേ ഒരു ആക്ഷൻ എടുക്കാൻ കുറച്ച് സമയം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഓക്കെ, അവർ വരും, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഇപ്പോൾ മേ ബി സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ, പക്ഷെ തിരിച്ചു വരും എന്ന് തന്നെയാണ്. അഗെയിൻ തേർഡ് പാർട്ടി കാരണമാണ്. ഓക്കെ, യെസ്, കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ ലേശം കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഡിലേസ് വരുന്നത്. ഇപ്പം അവർ കോൺടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ഈ റീസൺ കൊണ്ടാണ്. ഓക്കെ, സെയിം കാർഡ്സ് ആണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇനി മതി. ഓക്കെ, ഇപ്പം നമുക്ക് ഒരുവിധം സിറ്റുവേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബട്ട് ഫ്യൂച്ചർ, യെസ്, അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് തിരിച്ചവർ വരും ചെയ്യും. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്ററും ആവും. ഓക്കെ, എല്ലാം അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇത്ര മാരേജ് വരെ പോസിബിൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടെങ്കിലും നിൽക്കും. മറ്റ് ഓപ്ഷൻസിന്റെ മേലെ അവർ നിങ്ങൾക്കൊരു പറ്റുന്നത്ര അവർ നിങ്ങൾക്ക് പ്രയോറിറ്റി തന്ന് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് പേഴ്സന്റെ മെസ്സേജസ് കൂടി എടുക്കാം. നോക്കട്ടെ വേറെന്താ പറയുന്നത്, അവർ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഇവിടെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ബൈ ദ വേ, ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കാണിച്ചിരുന്നു വീഡിയോയിൽ. മഞ്ഞ് വീഴാൻ തുടങ്ങി. ഫസ്റ്റ് സ്നോ ഓഫ് ദ ഇയർ ആണ് ഞങ്ങളുടെ. ഐ വോണ്ട് എ ഫ്രഷ് സ്റ്റാർട്ട് വിത്ത് യു, ഏസ് ഓഫ് വോൺസ്. സോറി, 2 ലെറ്റ് മീ ഹോൾഡ് യു ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് യു. നമ്മുടെ 4 of Pentacles ആക്ച്വലി ഇങ്ങനെയും പറയാം നമുക്ക്. 4 of Penticlesന്റെ കാർഡ് എനിക്ക് തോന്നിയതാണ്. എന്നിട്ട് അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അത് തന്നെ വന്നു. ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് യു. ഓക്കെ, ലെറ്റ് മീ ഹോൾഡ് യു എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ 7 of Cups ആയിട്ട് പറയാം. എന്നിട്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ആൻഡ് നിങ്ങളുമായിട്ട് ഫ്രഷ് സ്റ്റാർട്ട്, പുതിയ സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നു, പുതിയ ന്യൂ തുടക്കം ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ഫാമിലി വിത്ത് യു. 10 of Cups.
സെയിം കാർഡ്സ് ആണ് റിപ്പീറ്റ് വരുന്നത്. ഐ വോണ്ട് യു ടു ചൂസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് ചൂസ് ചെയ്യുമെന്ന്. ഐ ഡോണ്ട് നോ, നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും അല്ലേ? അവരെന്നെ ചൂസ് ചെയ്യേണ്ടത് ചെയ്യട്ടെ. ഓക്കെ, മേ ബി അവർക്ക് പേടി ഉണ്ടാവാം, എന്നിട്ട് നിങ്ങൾ അവരെ ചൂസ് ചെയ്യുമെന്ന്. അതായിരിക്കും. യു ഓൾറെഡി നോ, നിങ്ങൾക്കറിയാം അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഡൗട്ടൊന്നും ചെയ്യണ്ട. കറക്റ്റാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് തന്നെയാണ്. ആൻഡ് ഐ എം ടെറിഫൈഡ് എന്ന് പറയുന്നത് അവർക്ക് പേടിയുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് അവർക്ക് പേടിയുണ്ട്. ഓക്കെ, അവർക്ക് പിന്നെ ഈ റിലേഷൻഷിപ്പും മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്കൊരു പേടിയുണ്ട് അവരുടെ ഉള്ളിൽ. രണ്ടും പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് അൺഡിസൈഡഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് ഇഷ്ടമുണ്ട്, എന്നാലോട്ട് അടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥ. ഓക്കെ, രണ്ടും പറഞ്ഞു. പിന്നെയും വന്നു. ഐ ലൈ അവേക്ക് തിങ്കിങ് അബൌട്ട് അവർ ഫ്യൂച്ചർ. അവർ രാത്രിയൊക്കെ ഉറക്കം പോയിട്ട് 4 of Swords എനർജിയാണ്. രാത്രി അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കാറുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർത്ത്, നിങ്ങളുടെ തമ്മിലുള്ള കാര്യങ്ങൾ എന്താവും എന്നൊക്കെ അവർക്ക് രാത്രി. ഇപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ഓർമ്മ ഇങ്ങനെ ചിന്തകൾ വരുമല്ലോ, അതിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ മേ ബി എന്നുകൊണ്ട് എന്താ കണക്ഷൻ എന്താ ഐ ഡോണ്ട് നോ. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ ഒരു മേ ബി എന്ന് പറയുന്നുണ്ട്. റോങ്ഫുൾ അഡ്വൈസ്. യെസ്, ആരോ തേർഡ് പാർട്ടി ഇടയിൽ കളിക്കുന്നുണ്ട്. ഏസ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്. നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആണ് വരുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും തിരിച്ചു വരും. ഓക്കെ, അവരെ ഇപ്പോൾ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കും. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. തേർഡ് പാർട്ടി ഇടയിൽ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം. ഓക്കെ, അവരാരെങ്കിലും വാക്ക് കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് തെറ്റിപ്പോയത്. നിങ്ങൾ മേ ബി അവരെ പേടികൾ, അതായത് ഇപ്പോൾ ചിലവർ നമ്മൾ സംസാരിക്കുമ്പോൾ പറയില്ലേ ഈ റിലേഷൻഷിപ്പിൽ നീ എന്തിനാ നിൽക്കുന്നത്, ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും പേടിപ്പിക്കില്ലേ, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിലുള്ളത്. ഓരോരുത്തരും ഓരോ സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആവാം, ചിലവർക്ക് ഫാമിലി ആവാം, ചിലവർക്ക് വേറെ ഫ്രണ്ട്സ് ആവാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ ഇടയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മാത്രം. ബട്ട് അതെല്ലാം ഓവർകം ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് കുറേ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.